പറയുന്നു അല്ലാഹു തആല ഒരു സ്ഥലത്ത് റളിയല്ലാഹു അൻഹു സഹോദരനെ പറ്റി, ജീവിച്ചിരിക്കുന്ന സഹോദരനെ പറ്റി, ജീവിച്ചിരിക്കുന്ന അതേ സഹോദരനെ പറ്റി ഒരു സ്ഥലത്ത് റഹിമഹുല്ലാഹു തആല. അപ്പൊ ഇന്നെന്ത് വന്ന് പകർത്തി എഴുതിയോര് തെറ്റിച്ചതല്ല, ഇത് ഉമറുൽ ഖാദിരി ഹയാത്തുള്ള കാലത്ത് എഴുതിയതാണ്. അതിൽ പറയുന്ന എന്താണ്? ഷെയ്ഖ് സിറാജുദ്ദീൻ സയ്യിദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അവസാന കാലമായപ്പോൾ വഫാത്താകുന്നു. ആ രംഗം പറയാണ്. അപ്പോഴൊക്കെ ആര് ജീവിച്ചിരിക്കുന്നുണ്ട്? ഇതെഴുതിയ ആര് ജീവിച്ചിരിക്കുന്നുണ്ട്? ഉമറുൽ ഖാദിരി ജീവിച്ചിരിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം എഴുതുകയാണ്, വലാബുദ്ദലനാ മിൻഹാ ഫീ അംരി മുരീദിഹിൽ ഖാലിസി അൽ مفخور المشهور بعمر القادري الملقب بكمال الدين القادري رضي الله عنه العالي القدر جل شأنه وعم نواله. പകർത്താൻ പറ്റാത്ത പോലത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ കെ അഹമ്മദ് മുസ്ലിയാർ മുറ്റിച്ചൂരി എന്ന് പറയുന്ന മഹാൻ അടുത്ത കാലത്ത് വഫാത്തായത്. അദ്ദേഹം ഉമറുൽ ഖാദിരിന്റെ പുറകെ ചെന്നാൽ അടുക്കളയിൽ ചെന്നിട്ട് വിളിക്കൽ ഇങ്ങനെയാ, അൽ മഫ്ഖൂരിൽ ഉമർ അൽ ഖാദിരി അൽ മുലഖബി ബികമാലുദ്ദീൻ. വാ അടുക്കളയിൽ നിന്നാ ശംസുൽ ഉലമ. അങ്ങനെ വിളിക്കലില്ല. എന്താണ് ഈ പറഞ്ഞത്? അവഹേളനത്തിനുണ്ട്. അപ്പോൾ ഈ കെ ഉമർ ശംസുൽ ഉലമ ഈ കെയും ഹയാത്ത് കാലത്ത് ഹയാത്തുള്ള ശൈഖന്മാർക്ക് റളിയല്ലാഹു അൻഹു എന്ന് എഴുതിയിട്ടുണ്ട്. അത് ഈ കെ ഉമർ മുസ്ലിയാർ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒരു മാറ്റം അതിനില്ല. അതിൽ നിന്ന് മനസ്സിലാക്കുന്നു ഇത് പുതിയ ആചാരമല്ല, ഇത് ത്വരീഖത്ത് അഹ്ലുകാരുടെ ഇടയിലുള്ളതാണ്. ഷാറാനി ഇമാമിന്റെ കിതാബ് ഞാൻ വായിച്ചു, ഇമാം ഫാസിയുടെ കിതാബ് ഞാൻ വായിച്ചു, അബ്ദുൽ അസീസ് ദബ്ബാഗിന്റെ കിതാബ് ഞാൻ വായിച്ചു. അതിലൊക്കെ ആ രീതിയാണുള്ളത്. ബഹുമാനപ്പെട്ട ഈ കെ അഹമ്മദ് മുസ്ലിയാർ മുറ്റിച്ചൂര് എങ്ങനെയാ പറയുന്നത്? അൽ മഷഹൂരി ബി ഉമർ അൽ ഖാദിരിയിൽ മുലഖബി ബി കമാലുദ്ദീൻ അൽ ഖാദിരി, എന്നിട്ട് റളിയല്ലാഹു അൻഹുൽ ആലി അൽ ഖദർ ജല്ല ശഅനുഹു അമ്മ നവാലുഹു, എന്നിട്ട് കൂട്ടത്തിൽ വകാന ശൈഖൻ മുറബ്ബിയൻ മിസ്ലഹു. ഈ കെ അഹമ്മദ് മുസ്ലിയാർ മുറ്റിച്ചൂര് എ പി തള്ളിപ്പറയോ, മുൻമറ തള്ളിപ്പറയോ, സയദി തള്ളിപ്പറയോ, എ പിക്കാർ മുഴുവൻ തള്ളിപ്പറയോ? ആ മഹാൻ ഈ കെ അഹമ്മദ് മുസ്ലിയാർ മുറ്റിച്ചൂര് വലിയ മഹാത്മാവായിരുന്നു. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന തന്റെ സഹോദരനെ പറ്റി പറയാണ്, വകാന ശൈഖൻ മുറബ്ബിയൻ മിസ്ലഹു. സയ്യിദുദ്ദീനുൽ ഖാദിരിയെ പോലെ മുറബ്ബിയായ ശൈഖായിരുന്നു. അതെ, മുറബ്ബിയായ ശൈഖന്മാരൊക്കെ മരിച്ച് കാലം കഴിഞ്ഞു പോയി. ഇത് സ്വപ്ന ലോകത്തെ ഉള്ളൂ എന്ന് കാന്തപുരം എഴുതി വെച്ചിട്ടില്ലേ? വഫാത്തിന്റെ സമയമായതിനെ പറ്റി തന്നെ പറയുന്നു, ഫലമ്മസ്തദ്ദ ഹുബ്ബുഹു വസ്ദാദ സിന്നുഹു വബശറഹു മൻ മളാ മിൻ മശായിഖിഹി വഅഹ്ബാബിഹി ബിൽ മുലാഖാത്തി അൻഖറുബർ റഹീൽ. സയ്യിദുദ്ദീൻ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ സമയമായപ്പോൾ അദ്ദേഹത്തിന്റെ കഴിഞ്ഞകാല മശായിഖന്മാരും അഹ്ബാബുകളും ഒക്കെ അദ്ദേഹത്തെ അറിയിച്ചു പോകാൻ സമയമായിരിക്കുന്നു. ഇതാണ് ത്വരീഖത്തിന്റെ മക്കളുടെ അവസ്ഥ. ഇൻഷാ അല്ലാഹ് സയ്യിദ് ഇബ്രാഹിം ദസൂഖി റളിയല്ലാഹു അൻഹുവിന്റെ വഴിയിൽ, സയ്യിദ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ വഴിയിലൊക്കെ നടക്കുന്ന ത്വരീഖത്തുള്ളവർ വിചാരിച്ചോ അതിനു വേണ്ടിയാണ് നമ്മൾ പാടുപെടുന്നത്, സംഘടനാ സിന്ദാബാദ് അല്ലത്. എന്നിട്ട് വഫാത്തിന്റെ സമയമായപ്പോൾ ഫഖ്താറ മിൻ മുരീദിഹി സഫിയഹു വഹബീബഹു വഖിത്അത കബദിഹി വഖുറത ഐനിഹി. തന്റെ കരളിന്റെ കഷ്ണമായ, അതേ കരളിന്റെ കഷ്ണം തന്നെയാണ് ഖലീഫമാരായി പിൽക്കാലത്തുള്ള വാരിസിനെ പറ്റി ഉപയോഗിക്കല്. അതുകൊണ്ടാണ് വഅതൈതു ഇബ്രാഹീമ മിൻ ഖബ്ലു റുഷ്ദഹു ഫമാ ഹുവ ഇല്ലാ ഫൽദതി വഅതിയതി എന്ന് ഷെയ്ഖ് മുഹമ്മദ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുഖ്താറിനെ കുറിച്ച് പറഞ്ഞത്. എന്നിട്ട് ആരാണ്? വഖുറത ഐനിഹി ഉമർ അൽ ഖാദിരിയിൽ മഷ്ഹൂരിൽ കാലിക്കൂത്തി അൽ മബ്റൂർ റഹിമഹുല്ലാഹ് വല്ലാഹുൽ ഖിലാഫത വൽ ഉമൂർ. അപ്പൊ റഹിമഹുല്ലയും പറഞ്ഞിരിക്കുന്നു, റളിയല്ലാഹു എന്നും പറഞ്ഞിരിക്കുന്നു. ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇറങ്ങിയ മൗലൂദാണ്. ഉമറുൽ ഖാദിരിയും ജീവിച്ചിരിക്കുന്നുണ്ട്, അഹ്മദുൽ ഖാദിരി അപ്പോഴാണ് എഴുതിയത്. ശംസുൽ ഉലമയുടെ സഹോദരനാണ്. അപ്പൊ ശംസുൽ ഉലമന്റെ മൗലിദിന് ഒരു കുഴപ്പമില്ല, റളിയല്ലാഹു എന്ന് അദ്ദേഹം പറഞ്ഞതിനും ഒരു കുഴപ്പമില്ല. അത് സൂഫികളായ മഹാന്മാരൊക്കെ കാണിച്ചിട്ടുള്ളതാണ്. പേരോട് എന്നെ വിചാരണ ചെയ്യുന്ന പറഞ്ഞത്. എന്ത് വിചാരണ പേരോടെ? സംഘടനാ പ്രവർത്തകർ നിങ്ങൾക്കൊരു പദവി തന്നിട്ടുണ്ട്, അത് നിങ്ങൾ കളയരുത്. ഇനിയും ഇതാണ് ശ്രമമെങ്കിൽ നമുക്കൊന്ന് കളിക്കാം, എനിക്ക് മടിയൊന്നുമില്ല. പക്ഷെ എന്താ, ഷെയ്ഖ് റളിയല്ലാഹു നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ളൊരു മര്യാദ, നമ്മൾ മാന്യത പുലർത്തണം, കാഠിന്യം പറ്റില്ല. പ്രയോഗത്തിലൊക്കെ വല്ല അബദ്ധം എന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ടെങ്കിൽ എനിക്ക് അല്ലാഹു തആല പുറത്തു തരട്ടെ, ഞാൻ പരമാവധി ശ്രദ്ധിക്കുന്നുണ്ട്. പേരോട് പറഞ്ഞ മാതിരിയുള്ളത് പറയാൻ എന്റെ നാവ് കൊണ്ടൂല. അതേ സന്ദർഭത്തിൽ വൈജ്ഞാനികമായി നിരൂപണം നടത്തുന്നവരെ ഇൻഷാ അല്ലാഹ് ഇത് പഠിപ്പിക്കും.